മമ്മൂക്ക അങ്ങനെ എന്നെ ഒരു അഭിനന്ദിക്കേണ്ട ഒരു അവസ്ഥ ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്നെ വിളിച്ച് അഭിനന്ദിക്കാൻ ഞാൻ അത്രയും നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താലല്ലേ. പക്ഷെ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചില ഷോട്ടുകൾ ചില കാര്യങ്ങളൊക്കെ കൺസീവ് ചെയ്തിട്ട് പുള്ളിയോട് പറയും ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് നോക്കിയിട്ട് അത് കൊള്ളാം, നീ കൊള്ളാലോ, അങ്ങനെയുള്ള ചില കമൻസ് ഉണ്ട്. ആ കമൻസ് തന്നെ നമുക്ക് അവാർഡുകളേക്കാൾ വലുതാണ്. അത് ചിലപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറയുന്നത് ഭയങ്കര പുള്ളിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുള്ള ഒരു ചിരിയുണ്ട്. ആ ചിരിക്കൊക്കെ നമ്മളുടെ ഹൃദയത്തിനെ വല്ലാതെ തുള്ളിക്കാൻ പറ്റും. അത് അത്തരം അഭിനന്ദനങ്ങളുണ്ട്. പിന്നെ അച്ഛനുറങ്ങാത്ത വീടിൻ്റെ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത തിയേറ്ററിൽ അദ്ദേഹം മറ്റൊരു സിനിമയുടെ ഡബ്ബിങ്ങിനുണ്ടായിരുന്നു. അപ്പം അച്ഛനുറങ്ങാത്ത വീടിൻ്റെ ഡബ്ബിങ് ടൈമിൽ എൻ്റെ ഡബ്ബിങ് റൂമിലേക്ക് വരികയും അപ്പം ഞാൻ അതിലത്തെ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ കാണിച്ചു കൊടുത്തു, ഒന്ന് രണ്ട് സീക്വൻസുകൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല, പുറത്തിറങ്ങിയിട്ട് മറ്റൊരാളോട് പറയുന്നത് ഞാൻ കേട്ടു. ഇതുപോലെയുള്ള സത്യസന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് ഇനി മലയാള സിനിമയിൽ വരേണ്ടത്. അപ്പം അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെയൊക്കെ ഒരു നല്ല വാക്കുകൾ അന്ന് റിലീസ് ചെയ്തിട്ടില്ലാത്ത സലീം കുമാറിനെ പോലൊരു ജൂനിയർ നടൻ അഭിനയിച്ച സിനിമയെക്കുറിച്ച് പുറത്ത് പറയാന്ന് പറയുന്ന അതൊരു വലിയ